ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കോക്കനട്ട് ചിക്കനാണ്. വറുത്തരച്ച് വെക്കുന്നതല്ല, കോക്കനട്ട് കറി ലീഫ് ചിക്കൻ എന്ന് പറയാം. കരിയാപ്പല ഇട്ട് വെക്കുന്ന ഒരു കോക്കനട്ട് പച്ചക്കരച്ച് വെക്കുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യമായ ഘടകങ്ങളെന്ന് പറഞ്ഞാൽ ഒരു സവാള എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ടുണ്ട്, 4 മുളക്, കൊച്ചുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്, മല്ലിയില, കരിയാപ്പില, തേങ്ങാപ്പാൽ. പിന്നെ ഞാൻ ഇത്രയും മാംസമുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ചിക്കൻ എടുത്തോളൂ, നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടാം. പിന്നെ വേണ്ട മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്. അപ്പം ഇതെത്രയാണ് ഇതിന് വേണ്ട മസാല അടിക്കാൻ പോകുന്നത്. മസാല വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാന ഇൻഗ്രീഡിയൻ്റായ മസാലയ്ക്ക് വേണ്ടി ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയുടെ തന്നെ പാലാണ് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ള തേങ്ങയെ അതിനെ നമ്മൾ അടിച്ച് അരപ്പാക്കാൻ പോകണം. അപ്പോൾ ഇത് അരപ്പാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 4 കൊച്ചുള്ളി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു 2 മുളക്. പിന്നീട് ഇടാൻ പോകുന്നത് കരിയാപ്പിലയാണ്. 6 തണ്ട് കരിയാപ്പില ഇട്ട് ഇതിനെ അടിച്ചെടുക്കണം. നമ്മളതിനെ അരച്ചെടുത്തിരിക്കുകയാണ്. നേരത്തെ കാണിച്ച് അതിനെ അരച്ചെടുത്തിരിക്കുകയാണ്. നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ പേസ്റ്റാണ് കേട്ടോ. ഈ ഒരു അരപ്പിലാണ് നമ്മൾ ഈ ചിക്കൻ എടുക്കാൻ പോകുന്നത്, പേച്ചെടുക്കാൻ പോകുന്നത് ഈ മസാലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലിട്ട് കിടക്കാം. അപ്പം പാത്രം തിളച്ചു തുടങ്ങി. നമ്മളപ്പം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇനി വെളിച്ചെണ്ണ ഒന്ന് തിളയ്ക്കുന്നവരെ കാത്തിരിക്കാം. എണ്ണ തിളച്ചാൽ അടുത്തായിട്ട് മലയാളിക്കില്ല അറിയാൻ അടുത്ത് വേണ്ട എന്താണെന്ന് കടുവ് ഇടുന്ന എണ്ണയ്ക്കത് ഭംഗിയായി പൊട്ടുന്നതാണ്. അത് കാണാൻ പ്രത്യേകം ഭംഗിയില്ല. കടുവ് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത മലയാളി എന്ത് ഇടുന്നത്? കരിയാപ്പില. അപ്പം കടുവും കരിയാപ്പിലയും നമ്മൾ ഇട്ട് കഴിഞ്ഞ് അത് രണ്ടും ഇങ്ങനെ ഫ്രൈ ആയി കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ ചതച്ചതാണ്. അതിങ്ങനെ നമ്മൾ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇഞ്ചി വെളുത്തുള്ളി എണ്ണയ്ക്കകത്ത് ഇടുന്ന ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നല്ല മൂത്തിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലാവുമെന്ന് അറിയോ? ഒരു മണമുണ്ട്. അത് മലയാളിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന മണം. അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും ആ മുളകിനെയും ഇടുവാണ് കേട്ടോ. ഇങ്ങനെ അതിട്ട് കഴിഞ്ഞിട്ട് അതിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ല അടിപൊളിയായിട്ട് ഇളക്കി. കുറച്ച് തീ ഇത്രയും നേരം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. കാരണം ഈ സവാള ഒന്ന് വാടി വരണം. കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പ് ഇടുമ്പോഴത്തേന് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സവാള പെട്ടെന്ന് വാടി വരും. സവാളയും കടുകും മുളകും കരിയാപ്പില എല്ലാം കിടന്ന് എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഫ്രൈ ആവുന്നുണ്ട്. ഇപ്പം ഉള്ളി ഏകദേശം നല്ല വാടി വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് കറി വെച്ചാലും ഉള്ളി എത്രമാത്രം വാട്ടുന്നോ അത്രയ്ക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ വാട്ടാൻ വെക്കുന്നതും നല്ല വാട്ടി വെക്കുന്നതും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മാക്സിമം എത്രമാത്രം നമുക്ക് വാട്ടിയെടുക്കാൻ പറ്റുമോ അത്രയും വാട്ടിയെടുക്കുക. അപ്പോൾ ഉള്ളി ഒരുമാതിരി വാടി വന്നു കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് നമ്മൾ അടുത്ത ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ചിക്കനിൽ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടെ. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് ചൂടായി അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടുന്നുണ്ട്. തീ കുറച്ച് വെച്ചേക്കുവാണെങ്കിൽ മറക്കരുത്. ഈ മുളക് പൊടി 2 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണാണ്. കുരുമുളക് പൊടി ഞാൻ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം ഇതിന് കുരുമുളക് പ്രധാന ഘടകമാണ്. ഈ മസാല ഒന്ന് ചൂടാകും. കുരുമുളക് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇടാം, ലാസ്റ്റ് ആഡ് ചെയ്യാം. പക്ഷേ കുരുമുളക് ഒരു സുഗന്ധദ്രവ്യം ആയതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റ് ഇടുന്നതാണ് അതിൻ്റെ മണവും ഫ്ലേവറും കിട്ടാൻ ഏറ്റവും നല്ലത്. ആദ്യം ഇട്ടാൽ ചിലപ്പം കരിഞ്ഞു പോയിട്ട് ആ മണവും ഫ്ലേവറും കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ ലാസ്റ്റാണ് ഇടുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഫ്ലേവർ പക്കയായിട്ട് കിട്ടും. ആ മസാല ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യുകയാണ്. ഞാൻ ചിക്കനെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ കുറച്ച് പീസേ ഉള്ളേ. കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞങ്ങൾ 2 പേർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. കൊച്ചുകൂടെ ചേർത്ത് 3 പേർക്ക്. അപ്പം ചിക്കൻ ഈ മസാലയ്ക്കകത്തിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ചിത്തി ഒന്ന് കൂട്ടി വെക്കാം. അപ്പം ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മസാല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇട്ടത് കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ സാധാ മുളക് കൂടെ മിക്സാക്കിയ മുളക് പൊടിയാണ്. അതുകൊണ്ട് ഈ കളർ കിട്ടുന്ന ഏരിയ ആവശ്യമുള്ളതാണ്. അപ്പം ചിക്കൻ ഇങ്ങനെ ചെറിയ തീയിൽ കിടന്ന് മസാലയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് മല്ലിയില മേലെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഫ്ലേവറൊക്കെ ചിക്കനിലൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്.
കുറച്ച് മല്ലിയില വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. വേറൊന്നും കൊണ്ടല്ല, അടിക്ക് പിടിക്കരുത്. ചിക്കൻ ഇങ്ങനെ ഇടുന്നത് തന്നെ കുറച്ച് വേണം. ഇത് വലിയ ഗ്രേവി ഒന്നും കാണത്തില്ല കേട്ടോ. ഒരു മീഡിയം ഗ്രേവി, തിക്ക് ഗ്രേവി ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ നല്ല തിക്കായിരിക്കും. ഈ സാധനം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ അതൊരു പ്രത്യേകതയാണോ. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പം ചിക്കൻ ഒന്ന് കുക്കായി മസാലയ്ക്ക് ഒന്ന് ആ ചിക്കനിലോട്ട് പിടിച്ച് അവർ തമ്മിൽ ഒരു സ്നേഹബന്ധത്തിലോട്ട് എത്തും. അത്രയും നേരം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ കുറച്ച് നേരം അടച്ചു വെച്ചിരുന്നു. ചിക്കൻ ഏകദേശമൊക്കെ ഒന്ന് ആയി മസാലയ്ക്ക് ഒന്ന് പിടിച്ച് അവർ തമ്മിൽ ഒരു നല്ലൊരു സ്നേഹത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് ഒരിത്തിരി പോലും ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല കുറച്ച് മുളക് ഒഴിച്ചിരിക്കുന്നു, അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ശരിക്കും പറയാം, ചിക്കൻ ഇങ്ങനെ എടുക്കുന്ന ജോലിയാണ്. നമ്മളിങ്ങനെ മാത്രം ചിക്കൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ചിക്കനിലായിട്ട് നമ്മൾ നേരത്തെ അരച്ച അരപ്പ് നല്ല ഇടാൻ പോവുകയാണ്. അങ്ങനെ അരപ്പിങ്ങനെ വടിച്ചിട്ടുകയാണ്. ഞാൻ വരും, നല്ല തിക്ക് അരപ്പാണ്. തേങ്ങ തോനെ എടുത്തു കഴിഞ്ഞാൽ അത് കുളമായിപ്പോകും. അതിന് ഇത്രയും തേങ്ങ അരമുറി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ബാക്കിയിരിക്കുന്ന ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് ഇനി കലക്കി ഇനി ഒഴിക്കാം. അപ്പോൾ ഈ അരപ്പിനെ അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അരപ്പിനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളകി കൊടുക്കുന്നുണ്ട്. അത് ചിക്കനിൽ എല്ലായിടത്തും ഇങ്ങനെ പിടിക്കുന്നുണ്ട്. കണ്ടോ, അരച്ച മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി അരപ്പ് മൊത്തം അങ്ങോട്ട് അരപ്പ് വെള്ളം അങ്ങോട്ട് കറിയിലോട്ട് ഒഴിച്ചാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നാടെ ചിക്കൻ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം വെക്കാം. നേരത്തെ വെള്ളം വെച്ചിട്ടുള്ളൂ. ഒരു സെമി ഗ്രേവി, തിക്ക് ഗ്രേവിയാണ് നല്ലത്. കൂടുതൽ ലൂസാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെന്തുകൊണ്ടിരിക്കുകയാണ്. അകത്തോടൊന്ന് തിളയ്ക്കുന്നുണ്ട്, വെട്ടി തിളയ്ക്കുന്നുണ്ടോ. അപ്പോൾ ഈ മസാലയും നമ്മൾ അരച്ച തേങ്ങയുടെ പേസ്റ്റും ചിക്കനും എല്ലാം കൂടെ തിളച്ച് മിക്സായി ഒരു നല്ലൊരു ലെവലിലെത്തണം. അപ്പോൾ തന്നെ ചിക്കനെ ഒരുമാതിരി പിടിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ പാലൊഴിച്ച് കുരുമുളക് പൊടി അതിൻ്റെ മേളിയിട്ട് ഒന്ന് വാർത്തിഞ്ഞെടുക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് ചൂടാക്കി ഇനി വാർത്തിഞ്ഞെടുക്കും. ചിക്കൻ നല്ല വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, അപ്പമാണ് അതിന് ബെസ്റ്റ്. ഞാൻ ചപ്പാത്തി റെഡിയാക്കിയിരിക്കുന്നത്. കൂട്ടി കഴിക്കാൻ അന്യ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇത് ഏകദേശം നല്ല തിളച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ കുരുമുളക് ഇടുകയാണ്. കുരുമുളക് ഒരു കുരുമുളകാണ് ഇതിൻ്റെ എരിയുടെ ഏറ്റവും നല്ലൊരു ഘടകം കേട്ടോ. കുരുമുളക് ഇട്ടു. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും കുരുമുളക് കൂടെ ഒന്ന് പിടിക്കണം. എന്നിട്ട് ഒരു തിളയുടെ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കണം. നമ്മുടെ കുരുമുളക് ഇട്ട് കുറച്ച് നേരമായി. കുരുമുളകൊക്കെ നല്ലോണം അടുത്ത് പിടിച്ചിട്ടുണ്ട്. അടുത്ത തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു. ഒന്ന് നല്ലോണം ഇളക്കി, ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കി തീ കുറച്ച് അടച്ചു വെച്ച് ഒരു ചിക്കൻ നല്ലോണം വെന്ത് ഇതെല്ലാം ഒന്ന് തിളയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒഴിച്ചിട്ട് ചൂടോടെ കഴിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി, കറി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലപോലെ തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ബോളിലോട്ട് മാറ്റുക. നല്ല ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ആ ചപ്പാത്തി കൂട്ടത്തിൽ കഴിക്കുക. അപ്പോൾ നമ്മുടെ ചൂടുള്ള കറി റെഡിയായി. ഞാൻ ബോളി മാറ്റി ഡൈനിങ് ടേബിളോട്ട് മാറ്റുന്നുണ്ട്. ചപ്പാത്തിലൂടെ കഴിക്കാൻ പോവുകയാണ്. ചപ്പാത്തിയും കറി ലീഫ് ചിക്കനും കഴിക്കാൻ സമയമായി. ചപ്പാത്തി ഇങ്ങനെ 3 വിരലുകൊണ്ട് വെച്ചിട്ട് അത് അടിപൊളിയായിട്ട് ചിക്കൻ വന്നിട്ടുണ്ട്. ആ ചിക്കൻ്റെ ചെറിയ പീസ് എടുത്ത് ആ ഗ്രേവിക്കകത്ത് നോക്കിയിട്ടുണ്ട്. അതുതന്നെ ഇങ്ങനെ പുതിനയുടെ ഇട്ടക്കട്ടില്ല. എൻ്റെ പൊന്നു മോനെ, അട്ടാറ് ടേസ്റ്റ്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാം വെച്ച് നോക്കണ്ടേ.